Hi everyone, welcome back to the world of English. ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആക്സെൻ്റയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ അടുത്ത എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇത് 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ഒരു സീരിയസ് ലേണർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കഴിഞ്ഞ 6 എപ്പിസോഡ്സും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. അതിനൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ ഫ്യൂച്ചറിൽ വീഡിയോസ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തെന്നറിയാമോ? നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ 25 ഇംഗ്ലീഷ് വാക്കുകൾ. അതായത് നമുക്ക് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കാവുന്ന 25 ഇംഗ്ലീഷ് വാക്കുകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും വൊക്കാബുലറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ നമുക്ക് വാക്കുകൾ നന്നായിട്ട് പഠിച്ചെടുക്കാം, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന കുറച്ച് വാക്കുകളൊന്ന് പഠിച്ചെടുക്കാം. ഓക്കെ, ഞാനതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്നും പോകുന്നില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞ സ്റ്റെപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വാക്ക് പറയും, അതിൻ്റെ അർത്ഥം പറയും, അത് നമുക്കൊരു സെൻറ്റൻസിൽ വന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വാക്കുണ്ട്, അർത്ഥമുണ്ട്, അതിൻ്റെ യൂസേജ് ഉണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ട്, അത് വെച്ച് നിങ്ങൾ കോൺവെർസേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ വാക്ക് തിങ്ക്. തിങ്ക് തിങ്ക് എന്ന് വെച്ചാൽ എന്താ? ചിന്തിക്കുക, ചിന്തിക്കുക. ത എന്ന് പറയുന്ന സൗണ്ട് അല്ല വരുന്നത്, തിങ്ക് എന്നാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചോളൂ, തിങ്ക്. ഓക്കെ, നമുക്കിതൊരു സിറ്റുവേഷനിൽ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാൽ എങ്ങനെ പറയാൻ പറ്റും? ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതുപോലെ തന്നെ നീ അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് പറയൂ കേട്ടോ. ഓക്കെ, യു തിങ്ക് ഓവർ ഇറ്റ്. യു തിങ്ക് ഓവർ ഇറ്റ്. നീ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് പറയും. യു തിങ്ക് ഓവർ ഇറ്റ്. 2 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം തിങ്ക് എന്ന് വെച്ചാൽ എന്താ? ചിന്തിക്കുക. തിങ്ക്, ചിന്തിക്കുക. രണ്ടാമത്തെ വാക്കാണ് ബ്രേക്ക്. ബ്രേക്ക്. അല്ല, നല്ല കട്ടിയായി വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയാറുണ്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിനൂടെ 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് നിർത്തുന്നു, എന്നിട്ട് നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യുന്നു, ഒരു ബ്രേക്ക് എടുക്കുക. അല്ലെ, വണ്ടി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. അല്ലേ, പുതിയ വണ്ടികൾ ചിലപ്പോൾ പറയും ഇറ്റ്സ് ടൈം ഫോർ എ ബ്രേക്ക് എന്നൊക്കെ അനൗൺസ് വരെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒന്ന് നിർത്തുക. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിക്ക് ഇടയ്ക്കൊരു പോസ് കൊടുക്കുന്നു, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടുന്നു, അതിനെയാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്നത്, ചെറിയൊരു ഗ്യാപ്പ്. അതുപോലെ തന്നെ വേറൊരു അർത്ഥമുണ്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒടിക്കുക, ബ്രേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെവിടെ ഉപയോഗിക്കുന്നത്? ഒരു കമ്പെടുത്ത് ഒടിക്കുക, ഒരു സ്റ്റിക്ക് ഒടിക്കുക, അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം ഒടിച്ച് കളയുക. ബ്രേക്ക് ഇറ്റ്. ഡോണ്ട് ബ്രേക്ക് ഇറ്റ് മാൻ. അത് നീ ഒടിക്കരുത്, അത് പൊട്ടിക്കരുത് എന്നൊക്കെ പറയുന്നില്ലേ. ബ്രേക്ക്, ഒടിക്കുക, പൊട്ടിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഒരു പോസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് നിർത്തുക. 2, ഒടിക്കുക. നമുക്ക് 2 എക്സാമ്പിൾസ് നോക്കിയാലോ? ഞാനൊരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡോണ്ട് ബ്രേക്ക് ഇറ്റ്. അടുത്ത് ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ലെറ്റ് ആസ്. ലെറ്റ്സ്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ കോൺട്രാക്ഷനാണ്. ലെറ്റ്സ് ടേക്ക് എ ബ്രേക്ക്. മൂന്നാമത്തേതാണ് തൊടുക. തൊടുക എങ്ങനെ പറയുക? ടച്ച് എന്ന് പറഞ്ഞ്. ടച്ച്. ടച്ച് എന്ന് വെച്ചാൽ തൊടുക എന്നാണ് കേട്ടോ. എന്നെ തൊടരുത് എങ്ങനെ പറയും? ഡോണ്ട് ടച്ച് മീ. ഡോണ്ട് ടച്ച് മീ. ഡോണ്ട് ടച്ച് മീ എന്ന് പറഞ്ഞു നോക്കിയേ. ഡോണ്ട് ടച്ച് മീ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ടച്ച് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങണം കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു കാഴ്ച ബംഗ്ലാവിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിയത്തിൽ പോകുന്നു. മ്യൂസിയത്തിൽ ചെല്ലുമ്പം ഡോണ്ട് ടച്ച് ദി ഓബ്ജെക്ട്സ്. ഡോണ്ട് ടച്ച് ദി ഓബ്ജെക്ട്സ്. അവിടെയുള്ള സാധനങ്ങൾ തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടില്ലേ? അപ്പം ടച്ച്, തൊടുക. അടുത്തതാണ് നീങ്ങുക. മൂവ് ഒന്ന് പറഞ്ഞ്. മൂവ്. ഓക്കെ, മൂവ് എന്ന് വെച്ചാൽ നീങ്ങുക എന്നാണ്. അപ്പോൾ ലെറ്റ്സ് മൂവ് എന്ന് വെച്ചാൽ നമുക്ക് നീങ്ങാം. ലെറ്റ്സ് മൂവ്. പ്ലീസ് മൂവ് അ ബിറ്റ്. കുറച്ച് നീങ്ങേ. പ്ലീസ് മൂവ് അ ബിറ്റ്. കുറച്ച് നീങ്ങേ നമ്മൾ പറയുന്നില്ലേ. ക്യാൻ യു പ്ലീസ് മൂവ് അ ബിറ്റ്. നമ്മൾ പല സിറ്റുവേഷനിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാഴ്ച കണ്ടുകൊണ്ടിരിക്കും, മുന്നിൽ ഒരാൾ വന്ന് തടസ്സമായിട്ട് നമ്മൾ പറയും പ്ലീസ് മൂവ് ബിറ്റ്. ഓക്കെ, സോ ഓർ ക്യാൻ വി മൂവ്. നമുക്ക് പോവാം, നമുക്ക് മൂവ് ചെയ്യാം. ക്യാൻ വി മൂവ്. 5ാമത്തെ വാക്ക് കാണാം, രുചിക്കുക. എന്താണ്? രുചിക്കുക, അല്ലെങ്കിൽ രുചി എന്നൊക്കെ പറയാം. ടേസ്റ്റ്. 2നും ഒരേ വാക്കാണ് കേട്ടോ. രുചിക്കും അതെ, അതുപോലെ തന്നെ രുചിക്കുക എന്നുള്ള പ്രവൃത്തിക്കും ഒരേ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടേസ്റ്റ്. ഐ വിഷ് ടു ടേസ്റ്റ് ഇറ്റ്. എനിക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലേ, എനിക്കതൊന്ന് രുചി നോക്കാൻ താല്പര്യമുണ്ട്. ഐ വിഷ് ടു ടേസ്റ്റ് ഇറ്റ്. എനിക്ക് ഇപ്പം ഒരാൾ നല്ലൊരു വൈൻ ഉണ്ടാക്കുന്നത്, അല്ലെ, ക്രിസ്മസ് സീസണൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഐ വിഷ് ടു ടേസ്റ്റ് ഇറ്റ്. എനിക്കതൊന്ന് രുചി നോക്കാൻ താല്പര്യമുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി അടുത്ത 2 വാക്കുകൾ ഇൻ്റർ റിലേറ്റഡ് ആണ് കേട്ടോ. വരിക, പോവുക.
ഞാനിവിടെ പല വാക്കുകൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പറയാറുണ്ട്. കാരണം നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരു വാക്ക് നമ്മൾ പഠിക്കുന്നു, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കും കൂടെ അതിനൊപ്പം പഠിച്ചാൽ ഭയങ്കര എളുപ്പമാവും. നമ്മുടെ ഒരു ഇഫേർട്ട് പകുതിയായിട്ട് കുറയും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വാക്ക് നോക്കാം, വരിക. എന്താ? കം. എന്താണ്? കം അല്ലേ? നിങ്ങൾ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ട് എപ്പോഴും പറഞ്ഞൊരു വാക്കാണ് കം കം അല്ലേ? എന്നാൽ പോന്ന് വെച്ചാൽ എന്താണ്? ഗോ. ഗോ. വെറുതെ ഗോ എന്ന് പറയരുത്, അതിൽ കുറച്ച് ഒരു എന്താ പറയുക, നമുക്കൊരു കൃത്യമായിട്ടുള്ള സ്റ്റൈൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഗോ. ഓക്കെ, കം ആൻഡ് ഗോ. നമുക്ക് ചെറിയ എക്സാമ്പിൾ നോക്കിയാലോ? എൻ്റെ ഒപ്പം വരൂ. കം വിത്ത് മീ. കം വിത്ത് മീ. എൻ്റെ ഒപ്പം വരൂ. അങ്ങോട്ട് പോകൂ. ഗോ there. അവിടെ പോവരുത്. ഡോണ്ട് ഗോ there. ഡോണ്ട് കം വിത്ത് മീ. എൻ്റെ ഒപ്പം വരരുത്. കണ്ടോ, നമ്മൾ 3-4 സെൻറ്റൻസസ് കണ്ടു. പോസിറ്റീവ് കണ്ടു, നെഗറ്റീവ് കണ്ടു. കം വിത്ത് മീ എന്ന് വെച്ചാൽ എൻ്റെ ഒപ്പം വരൂ. ഡോണ്ട് കം വിത്ത് മീ, എൻ്റെ ഒപ്പം വരരുത്. ഗോ there, അവിടെ പോവൂ. ഡോണ്ട് ഗോ there, അവിടെ പോവരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 2 വാക്കുകൾ കണ്ടു, ഗോ ആൻഡ് കം. ഇനി അടുത്ത വാക്ക് കുറച്ച്. എനിക്ക് കുറച്ച് വെള്ളം തരൂ. വെള്ളം, വാട്ടർ. ഗീവ്, തരിക അല്ലേ? അപ്പം കുറച്ചെന്ന് വെച്ചാൽ എന്താ? സം. ഗിവ് മീ സം വാട്ടർ. ഗിവ് മീ സം വാട്ടർ. ഗിവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഗീവ് മീ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഗിവ് മീ. കണ്ടോ, കോൺട്രാക്ഷൻ ആണ്. അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗിവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് വെള്ളം തരൂ. സോ സം എന്ന് വെച്ചാൽ കുറച്ച്. ഓൾറൈറ്റ്, സം. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം. നമുക്ക് കുറച്ച് സമയത്തേക്ക് വെയിറ്റ് ചെയ്യാം. സം. കണ്ടോ, കുറച്ച്. ലെറ്റ്സ് വെയിറ്റ് ഫോർ സം ടൈം. ഓക്കെ, സോ നമ്മൾ കണ്ടു സം, കുറച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും. വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിയേ അല്ലേ? അഗെയിൻ. എന്താണ്? അഗെയിൻ. ട്രൈ അഗെയിൻ. നമ്മൾ പറഞ്ഞില്ല ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാൻ. ട്രൈ അഗെയിൻ. ട്രൈ അഗെയിൻ. ഒന്നുകൂടെ. ഹീൽ കം അഗെയിൻ. അവൻ വീണ്ടും വരും. ഹീ വിൽ കം അഗെയിൻ. വീണ്ടും. അഗെയിൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വീണ്ടും. ഇതൊക്കെ നിങ്ങൾ മറക്കാണ്ട് ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. അതായത് ഞാൻ വൊക്കാബുലറി പഠിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞ ദിവസം 3 വാക്കുകൾ പഠിക്കണമെന്ന്. ഇന്ന് നമ്മൾ 25 വാക്കുകളാണ് പഠിക്കുന്നത്. കൃത്യമായിട്ട് പഠിക്കണം. പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത വാക്കിലേക്ക് നമുക്ക് പോയാലോ? ഷാർപ്പ്. ഷാർപ്പ് കേട്ടോ, ഷാർപ്പ്. ഷാർപ്പ് എന്ന് വെച്ചാൽ എന്താണ്? കൂർത്തിരിക്കുന്ന, അല്ലെ നല്ല മുനയുള്ള എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഹാസ് എ നൈഫ്, ഇറ്റ് ഹാസ് എ ഷാർപ്പ് എഡ്ജ്. കണ്ടോ, ആ കത്തിയെ തൊടരുത്, അതിൻ്റെ അറ്റം നല്ല കൂർത്തിരിക്കുവാണ്. അല്ല, നമ്മൾ പറഞ്ഞ വേറൊരു എക്സാമ്പിളാണ് ഷാർപ്പ് എഡ്ജ്ഡ് സംതിങ് അല്ലേ? നല്ല മുനയുള്ള എന്തെങ്കിലും ഒരു സാധനം, കത്തിയാവാം അല്ലെങ്കിൽ ഒരു കുന്തമാവാം, എന്തും ഷാർപ്പ് എഡ്ജ്. ഷാർപ്പ് എന്ന് വെച്ചാൽ എന്താ? കൃത്യമായിട്ട് മുനയുള്ള, നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുള്ള സാധനമാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഷാർപ്പിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു പദമുണ്ട് കേട്ടോ, ഷാർക്ക്. ഷാർക്ക്. ഇത് ഷാർപ്പ് ആണെങ്കിൽ അത് ഷാർക്ക്. ഷാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്കറിയാം, സ്രാവ് അല്ലേ? നമ്മൾ കടലിൽ കാണുന്ന ഒരു ഫിഷാണ് സ്രാവ്. അതിനെന്താണ് വിളിക്കുന്നത്? ഷാർക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താണ്? ഷാർപ്പ്. ഓക്കെ, ഞാൻ പറഞ്ഞ എക്സാമ്പിളിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോകാം. ഡോണ്ട് ഹാസ് എ നൈഫ്, ഇറ്റ് ഹാസ് എ ഷാർപ്പ് എഡ്ജ്. ഇവിടെ ശ്രദ്ധിക്കണേ ഉച്ചാരണം. എഡ്ജ് അല്ല, ഇറ്റ്സ് എഡ്ജ്. എഡ്ജ്. കണ്ടോ, ഡ എന്ന് പറയുന്ന സൗണ്ട് കുറച്ച് സോഫ്റ്റ് ആക്കി നമ്മളവിടെ വിടുവാണ്. അതിന് കൈൻഡ് ഓഫ് സൈലന്റ് എന്ന് നമ്മൾ പറയും. അതായത് ഡ എന്ന് പറയുന്ന സൗണ്ട് നമ്മളോട് കൃത്യമായിട്ട് ഉച്ചരിക്കുന്നില്ല. എഡ്ജ് എന്നാണ് പറയുന്നത്. എഡ്ജ് എന്നല്ല, അത് തെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉച്ചാരണത്തിൻ്റെ ഒരു കാര്യമാണ്. ഇതുകൂടി ഇതിൻ്റെ ഒപ്പം വന്നപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. മറക്കാണ്ട് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. 11, 12, 13 വാക്കുകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ. കണ്ടോ, നമ്മൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ? എ ടിപ്പിക്കൽ എക്സാമ്പിൾ. സോ നമുക്ക് നോക്കാം. ഇന്നലെ എന്താണ്? യെസ്റ്റർഡേ. യെസ്റ്റർഡേ. ഇന്ന്, ടുഡേ. നാളെ, ടുമോറോ. സിമ്പിൾ. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഒന്ന് പറഞ്ഞ്. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. ഇന്നലെ, ഇന്ന്, നാളെ. ഞാൻ നാളെ വരാം. എങ്ങനെ പറയും? I'll come tomorrow. I will come tomorrow. അവൻ ഇന്നലെ വന്നു. He came yesterday. He came yesterday. ഇന്ന് നമുക്ക് പോയാലോ? Can we go today? Can we go today? കണ്ടോ, 3 സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. ഞാനിവിടെ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസും വാക്കുകളൊക്കെ ഉണ്ടല്ലോ, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. എല്ലാവർക്കും റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. മനസ്സിലായോ? അതായത് ഒത്തിരി കോംപ്ലിക്കേഷൻ ഒന്നും ഞാൻ കൊണ്ടുവരുന്നില്ല. കാരണം ഏറ്റവും ബിഗിനർക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മളൊരു ക്ലാസ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ 3 വാക്കുകൾ കേട്ടോ. 11, 12, 13 വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത വാക്കാണ് ലഭിക്കുക, കിട്ടുക.
എന്താണ് അതിൻ്റെ വാക്ക്? ഗെറ്റ്. എന്താണ്? ഗെറ്റ്. അല്ല, ഇംഗ്ലീഷ് വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. ഗോ, കമ്മൊക്കെ പോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു വാക്കാണ് ഗെറ്റ്. ഇത് പോയി ഒന്ന് മേടിച്ചിട്ട് വാ. ഗോ ആൻഡ് ഗെറ്റ് ഇറ്റ്. കണ്ടേ, ഗെറ്റ് എന്ന് വെച്ചാൽ സ്വീകരിക്കുക, കിട്ടുക എന്നാണ്. നീ അത് പോയി വാങ്ങിച്ചിട്ട് വാ എന്ന് വെച്ചാൽ നീ അവിടെ പോകുമ്പോൾ നിനക്കത് കിട്ടും, അത് സ്വീകരിച്ചിട്ട് വരൂ എന്നാണ് പറയുന്നത്. ഐ ഗെറ്റ് ഇറ്റ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. കണ്ടോ, ഇത് വേറൊരു അർത്ഥമാണ് ഗെറ്റിൻ്റെ. അപ്പോൾ ഗെറ്റിന് അങ്ങനെ മൾട്ടിപ്പിൾ അർത്ഥങ്ങളുണ്ട്, പല പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊരു വാക്ക് പഠിക്കുമ്പോൾ അതിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട്, എന്തൊക്കെ അർത്ഥതലങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനും നിങ്ങളെ സഹായിക്കുവാനും വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടുക എന്നാണ്. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. വേർ ഡു ഐ ഗെറ്റ് ഇറ്റ് ഫ്രം? എനിക്കത് എവിടെ നിന്ന് കിട്ടും? വേർ ഡു ഐ ഗെറ്റ് ഇറ്റ് ഫ്രം? അല്ല, ഇപ്പം ഞാൻ ഒരാൾ എന്തെങ്കിലും ഒരു നല്ല സാധനം കാണിച്ചു, നല്ലൊരു പേന കാണിച്ചു, നല്ലൊരു പെൻസിൽ കാണിച്ചു, അയ്യോ എനിക്കും വേണം. വേർ ഡു ഐ ഗെറ്റ് ഇറ്റ് ഫ്രം? ഓ, വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ് ഫ്രം? നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്? കണ്ടോ, നിനക്കത് എവിടെ നിന്നാണ് കിട്ടിയത്, അല്ലെങ്കിൽ എനിക്കത് എവിടെ നിന്ന് കിട്ടും? ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഗെറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം. ഗെറ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞ് ഗെറ്റ്, ലഭിക്കുക. ഓക്കെ, അടുത്തതാണ് വഴക്ക് പറയുക. എന്താണ്? വഴക്ക് പറയുക. എന്താണ് അതിൻ്റെ വാക്ക്? സ്കോൾഡ്. എന്താണ്? സ്കോൾഡ്. ഓക്കെ, നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കിയാലോ. അവൻ അവൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞു. ഹി സ്കോൾഡഡ് ഹിസ് ചൈൽഡ്. ഹി സ്കോൾഡഡ് ഹിസ് ചൈൽഡ്. അവൻ അവൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞു. ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം ഹി സ്കോൾഡഡ് ഹിസ് സൺ. പെൺകുട്ടിയാണെങ്കിൽ പറയാം ഹി സ്കോൾഡഡ് ഹിസ് ഡോട്ടർ. കണ്ടോ, ഹി സ്കോൾഡഡ് ഹിസ് ഡോട്ടർ. അവൾ എന്നാണെങ്കിലോ ഷീ സ്കോൾഡഡ് ഹർ ഡോട്ടർ. ഷീ സ്കോൾഡഡ് ഹർ ഡോട്ടർ. ഹീ സ്കോൾഡഡ് ഹിസ് ഡോട്ടർ. കണ്ടോ, മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഹീയും ഷീയും ആൺകുട്ടി പെൺകുട്ടി ഒക്കെ നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിച്ചു. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. സ്കോൾഡ് എന്ന് വെച്ചാൽ വഴക്ക് പറയുക. ഡോണ്ട് സ്കോൾഡ് മീ. എന്നെ വഴക്ക് പറയല്ലേ. ഡോണ്ട് സ്കോൾഡ് മീ. എന്നെ വഴക്ക് പറയല്ലേ. ഓക്കെ, സ്ഥിരമായി എന്തു പറയും? റെഗുലർലി എന്ന് പറഞ്ഞേ. റെഗുലർലി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം. ഐ ഗോ ദെയർ റെഗുലർലി. ഞാനവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്ക് തൊട്ടടുത്ത് ഒരു ജ്യൂസ് ഷോപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ സ്ഥിരം പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നു വി ഗോ ദെയർ റെഗുലർലി. ഞങ്ങളവിടെ റെഗുലറായിട്ട് പോകാറുണ്ട്, ഞങ്ങളവിടെ സ്ഥിരമായിട്ട് പോകാറുണ്ട്. കണ്ടോ, വി ഗോ ദെയർ റെഗുലർലി. ഇതാണ് നമ്മുടെ യൂസേജ്. 17ാമത്തെ വാക്കിലേക്ക് നമ്മൾ പോകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമുള്ളത്. എങ്ങനെ പറയും? ഫേവറേറ്റ്. ഫേവറേറ്റ്. അല്ല, ഇപ്പോൾ വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ ആരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് പ്ലെയർ? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് പ്ലെയർ? ഉണ്ടോ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ ആരാണ്? ഹൂ ഈസ് യുവർ ഫേവറേറ്റ് പ്ലെയർ? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളിക്കാരൻ ആരാണ്? ഫേവറേറ്റ്. ഫേവറേറ്റ് ഫുഡ് എന്ന് പറയും, ഫേവറേറ്റ് മൂവി എന്ന് പറയും, ഫേവറേറ്റ് ഫിലിം സ്റ്റാർ എന്ന് പറയും. അല്ലേ, എന്താ നമുക്ക് ഫേവറേറ്റിനൊപ്പം പറയാം? ഏറ്റവും പ്രിയപ്പെട്ടത്, ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൾറൈറ്റ്, അപ്പോൾ ഞാനൊരു ചോദ്യം എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നു. ഹൂ ഈസ് യുവർ ഫേവറേറ്റ് മൂവി സ്റ്റാർ, അല്ലെങ്കിൽ ഹൂ ഈസ് യുവർ ഫേവറേറ്റ് ക്രിക്കറ്റർ? എന്തും നിങ്ങൾക്ക് ചോദിക്കാം. ഫേവറേറ്റ്, ഏറ്റവും പ്രിയപ്പെട്ടത്. അടുത്തത് നീളമുള്ള. ലോങ്. ലോങ്. LONG. റൈറ്റ്, നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എത്ര നീളമുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി നമ്മളല്ലേ ലോങ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ലോങ് എന്ന് പറഞ്ഞ് ലോങ്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നിൽക്കുന്നൊരു വാക്കാണ് ലെങ്ത്, നീളം എന്ന് പറയുന്നത്. നീളമുള്ള എന്ന് പറയും, നീളം എന്ന് പറയുമ്പം ലെങ്ത് എന്നും നമ്മൾ പറയാറുണ്ട്. ലെങ്ത്, എത്ര നീളം, എത്ര ലെങ്താണ് അതിനുള്ളത് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. ലോങ് എന്ന് വെച്ചാൽ നീളം എന്നാണ് അർത്ഥം കേട്ടോ. ഇപ്പോൾ ഈ ലോങ് നമ്മൾ പല ക്വസ്റ്റ്യൻ വേർഡ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? എത്ര നേരമായി കേട്ടോ. ആ നേരത്തിൻ്റെ നീളമാണ് കേട്ടോ. കുറേ നേരമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ എത്ര നേരമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? അല്ലെങ്കിൽ നീ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? നീ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു? നീ എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നു? ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ? നീ എത്ര നാളായിട്ട് ഇവിടെ താമസിക്കുന്നു? അപ്പോൾ ലോങ് എന്ന് പറഞ്ഞൊരു വാക്കിൻ്റെ ഒരു യൂസേജ് നമ്മൾ കണ്ടു. ലോങ്, നീളമുള്ളത് എന്നർത്ഥം. അടുത്തത് ക്ഷമിക്കുക. ക്ഷമിക്കുക. എന്താണ് വാക്ക്? ഫർഗീവ്. എന്താണ്? ഫർഗീവ്. ക്ഷമിക്കുക. ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്താൽ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് വി ഫർഗീവ് ദം. നമ്മൾ അവരോട് ക്ഷമിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയും. ഫർഗീവ്. എന്താണ് വാക്ക്? ഫർഗീവ്. ഇതിനോട് ചേർന്നിരിക്കുന്ന വേറൊരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ. ഫർഗെറ്റ്. ഫർഗെറ്റ് എന്ന് വെച്ചാൽ എന്താ? മറക്കുക. അല്ല, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമുക്ക് പലർക്കും കൺഫ്യൂഷൻസ് വരുന്നത്. ഫർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുകയാണെങ്കിൽ, ഫർഗെറ്റ് എന്ന് വെച്ചാൽ മറക്കുക എന്നാണ്. അയ്യോ, ഐ ഫർഗോട്ട് ടു ടേക്ക് ഇറ്റ്, ഞാനത് എടുക്കാൻ മറന്നുപോയി. ശരിയല്ലേ? രണ്ടും ഏകദേശം ഒരുപോലൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അർത്ഥം രണ്ടും രണ്ടാണ് കേട്ടോ. ഫർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക, ഫർഗെറ്റ് എന്ന് വെച്ചാൽ മറക്കുക. ഓക്കെ, സോ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ്.
Don't forget me. എന്നെ മറക്കല്ലേ. Don't forget me. Please forgive me. എന്നോട് ദയവായിട്ട് ക്ഷമിക്കൂ. Please forgive me. ഓക്കെ, അടുത്ത ഏറ്റവും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ, tell. പറയുക. tell. tell him. ഓക്കെ, അവനോട് പറയൂ. tell him. അവനോട് പറയുക. tell എന്ന് വെച്ചാൽ എന്താ? പറയുക. ഒന്നോട് പറഞ്ഞേ, tell. tell someone. ആരോടെങ്കിലും പറയുക. tell someone about it. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും പറയുക. ക്ലിയർ ആണല്ലോ? tell. അതാണ് നമ്മുടെ വാക്ക്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് പോകാം. വാങ്ങുക. പൈസ കൊടുത്ത് വാങ്ങുക. എന്താണ് വാക്ക്? buy. എന്താണ്? buy. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സംതിങ്. നമുക്ക് പോയി എന്തെങ്കിലും വാങ്ങാം. ലെറ്റ്സ് ഗോ ആൻഡ് ബൈ സംതിങ്. പൈസ കൊടുത്ത് വാങ്ങുന്നതിനെയാണ് ബൈ എന്ന് പറയുക. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു വാക്കുണ്ട് കേട്ടോ, ബ്രിങ്. കണ്ടോ, ബൈ ഉണ്ട്, ബ്രിങ് ഉണ്ട്. ബ്രിങ് എന്ന് വെച്ചാലോ കൊണ്ടുവരിക എന്നാണ് അർത്ഥം. അതായത് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ളൊരു സാധനം കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ബ്രിങ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എപ്പോഴാണെന്നറിയാവോ? ഇത് പാസ്റ്റ് ഫോമിൽ വരുമ്പോഴാണ്. ഇത് വാങ്ങുക, കൊണ്ടുവരിക. എന്നാൽ വാങ്ങി കൊണ്ടുവന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ബോട്ട് എന്നാണ് വാങ്ങി എന്നുള്ളതിൻ്റെ വാക്ക്, ബോട്ട്. ആൻഡ് കൊണ്ടുവന്നു എങ്ങനെ പറയുന്നത്? ബ്രോട്ട്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ബോട്ട് ആൻഡ് ബ്രോട്ട്. ബോട്ട് എന്ന് വെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങി, ബ്രോട്ട് എന്ന് വെച്ചാൽ ഉണ്ടായിരുന്ന സാധനം നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, സോ ബൈ ആൻഡ് ബോട്ട്, ബ്രിങ് ആൻഡ് ബ്രോട്ട്. ക്ലിയർ ആണല്ലോ? ബൈ ആൻഡ് ബോട്ട്, ബ്രിങ് ആൻഡ് ബ്രോട്ട്. വാങ്ങുക, വാങ്ങി, കൊണ്ടുവരിക, കൊണ്ടുവന്നു. ക്ലിയർ ആണല്ലോ? വാങ്ങുക, വാങ്ങി, കൊണ്ടുവരിക, കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ പഠിച്ച വാക്ക്. ഈ ലാസ്റ്റ് 2 വാക്കുകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. 2 വാക്കുകൾ. ഒന്ന് നോക്കുക. എന്താണ് നോക്കുക? ലുക്ക്. ലുക്ക് എന്ന് പറഞ്ഞേ, ലുക്ക്, നോക്കുക. ലുക്ക് അറ്റ് മീ. നമ്മൾ കുട്ടികളൊക്കെ പറയുന്ന ഒരു വാക്കാണ് അല്ലേ? ലുക്ക് അറ്റ് മീ. എന്നെ നോക്കൂ. ലുക്ക് അറ്റ് മീ. ഹേയ്, ലുക്ക് അറ്റ് ഹിം. അവനെ നോക്കിയേ. ലുക്ക് അറ്റ് ഹിം. അവനെ നോക്കുക. നോക്കുക എന്നാണ് ലുക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ആൻഡ് നമ്മൾ 2 എക്സാമ്പിൾസും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് വാക്കിലേക്ക് പോവാം. ലാസ്റ്റത്തെ വാക്കാണ് ആസ്ക്. ആസ്ക് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചോദിക്കുക. ആസ്ക്. ഓക്കെ, ഡോണ്ട് ആസ്ക് മീ അബൌട്ട് ഇറ്റ്. എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കരുത്. ഡോണ്ട് ആസ്ക് മീ അബൌട്ട് ഇറ്റ്. ഏയ്, ഗോ ആൻഡ് ആസ്ക് ഹിം. അവനോട് പോയി ചോദിക്കുക. ഗോ ആൻഡ് ആസ്ക് ഹിം. അവനോട് പോയി ചോദിക്കുക. ASK, ആസ്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ചോദ്യമാണ് കേട്ടോ. കാരണം നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് എന്താ പറയുക? ആസ്ക് എ ക്വസ്റ്റ്യൻ. ആസ്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ആസ്ക് എ ക്വസ്റ്റ്യൻ. സോ ഒരു ചോദ്യം ചോദിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളിന്ന് കണ്ടത് 25 വാക്കുകളാണ് കേട്ടോ. 25 വാക്കുകൾ. സിമ്പിളായിട്ടുള്ള വാക്കുകളാണ്. നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും വളരെ സിമ്പിളാണ്. പക്ഷെ അതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് ഉപയോഗിച്ച് തുടങ്ങുക. ഇനി നിങ്ങൾക്കൊരു ചെറിയ ചലഞ്ച് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വാക്കുകൾ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 വാക്കുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം. കുറേ ചോദ്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു Q&A സെഷനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് തീർത്തു തരാം അങ്ങനെയുള്ള വീഡിയോസിലൂടെ. അപ്പോൾ എനിവേ, കീപ് വാച്ചിങ് അവർ വീഡിയോസ്, കീപ് ലേണിംഗ് ഇംഗ്ലീഷ്, കീപ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ലാംഗ്വേജ് ബെറ്റർ ആയി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്.